വീഡിയോക്കകത്ത് ഒരു കോഡ് കാണിക്കും. ഒരു കോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ കോഡ് നിങ്ങൾ കമൻറ്റിലിടുക. അതാദ്യം ആരാണ് ഇടുന്നത് അവർക്ക് ഞാൻ 50 രൂപ ഗൂഗിൾ പേ കൊടുക്കും. ഓക്കെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇന്നെൻ്റെ ഡെയിലി വ്ളോഗാണ്. ഇന്നിപ്പോൾ സമയം 8 മണിക്കാണ് ഞാൻ ഏറ്റത്. ഇപ്പോൾ ഒരു 8:15 നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു വൈകുന്നേരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ലോകത്താർക്കും അങ്ങനെ ഒരു സ്വപ്നം കാണരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു നിഗൂഢമായ രാത്രിയിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടേ. അതിപ്പം അത് കണ്ടവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ, നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞാനിത് പറയുന്നതിന് കാരണം, ഇത് ശ്രദ്ധിക്കണം. നിങ്ങളാണെങ്കിൽ ഉറക്കം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ രാത്രി കിടക്കുക. അല്ലാതെ ഒരു മൈൻഡും ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ സ്വപ്നമെല്ലാം കേൾക്കും. ഒരു നിഗൂഢമായ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു രാത്രി അകപ്പെട്ടു പോയൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ഒരു പിടിയില്ല. അപ്പോൾ ആ ഒരു വിജനമായ രാത്രിയുടെ അകത്ത് നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിങ്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാകാം, നമ്മളോർക്കും ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമല്ല. പൊന്ന് ഗൈസ്, നടക്കുന്ന ഒരു ചൊട്ടക്കടിച്ച്. ഗൈസ്, ഇന്ന് കൊല്ലണോ വേണ്ടയോ നിങ്ങൾ പറയൂ ഗൈസ്. ഈ ചൊട്ടൻ നമ്മളെ കടിച്ചു. ഇതിനെ കൊല്ലണമെന്ന് ചോദിച്ചാൽ എന്നെ കടിച്ചത് കൊണ്ട് ഒരടി കൊടുക്കാം. ഒരടി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചൊട്ടനെ നമ്മൾ വെറുതെ വിട്ടു. ഗൈസ്, നമ്മൾ ഒരു ജീവനെ കൊല്ലരുത്, അതെനിക്ക് പറയാനുള്ളത്. നമ്മൾ ജീവികളെല്ലാം കൊന്നു കഴിഞ്ഞാൽ ആ ജീവികളുടെ വംശനാശം തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിൻ്റെ കാര്യം. ആ സ്വപ്നത്തിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത്, നിങ്ങൾ രാത്രിയൊന്നും ഞാൻ പറയുന്ന ഈ കഥ കേൾക്കരുത്, കാരണം നിങ്ങൾ പേടിക്കും. അപ്പം ഒരു രാത്രി ഞാനിങ്ങനെ രാത്രി ഒരു 11 മണി സമയം, ആ സമയത്ത് ഞാനിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വാൻ വന്ന് എന്നെ അതിൽ പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ എനിക്കറിയത്തില്ല ഇത് എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, ആ കാറിലുള്ള ആൾക്കാർ എന്നെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് എന്നെ കൊണ്ടിട്ട്, മുഖമെല്ലാം മൂടി അവർ കൊണ്ടിട്ട്. അത് കഴിഞ്ഞ് ഞാൻ മുഖംമൂടിയെല്ലാം അടിച്ച് എല്ലാം സെറ്റായി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇരുട്ടുള്ള രാത്രി. ഓർത്തു നോക്കണം, കയ്യിലൊരു വെളിച്ചമോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ രാത്രി അതിജീവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു രാത്രി ഞാൻ നോക്കിയപ്പോൾ അവിടെ വെളിച്ചമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നോക്കുമ്പോഴാണ് വേറൊരു ചെന്നായ പുറകിൽ നിന്ന് വരുന്നത്. ആ ചെന്നായ ഓടി വന്നപ്പം ഇവിടെ അടുത്തൊരു തടിക്കഷ്ണമുണ്ട്. ആ കേൾവിയുടെ സാന്നിധ്യത്തിൽ ഞാൻ അതിനെ നേർക്ക് ആക്രമിച്ചു വന്ന സമയത്ത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനാണ് അതിനെ അതിജീവിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുക, ഇങ്ങനത്തെ സ്വപ്നമൊന്നും കാണാതെ കിടക്കുക. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ ഇരുട്ടുള്ള സ്ഥലത്ത് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ സമയത്താണ് എന്നെ രാവിലെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും വിളിക്കുന്നത്. ഞാനപ്പോൾ ഏക്കണ്ട വന്നു, എൻ്റെ സ്വപ്നം അവിടെ പോയി. അത് കാരണം അതിൻ്റെ ബാക്കി സ്വപ്നത്തിൻ്റെ കഥ അറിയാൻ വേണ്ടി ഞാൻ അടുത്ത ദിവസം സ്വപ്നം കാണുവാണെങ്കിൽ നിങ്ങളോട് പറയാം. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ സ്വപ്നത്തിൻ്റെ കഥ. നമ്മുടെ ഡെയിലി വ്ളോഗിലോട്ട് പോവുകയാണെങ്കിൽ, ഹലോ ഗൈസ്, എൻ്റെ വീടും സ്ഥലവും എന്ന് പറഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മൊത്തം പച്ചപ്പും ഹരിതാപകരവുമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഗൈസ് ഒരു സ്ഥലം. ഓക്കെ ഗൈസ്, ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഡമ്പൽ. ഇതെൻ്റെ ഹോം മെയ്ഡ് ഡമ്പലാണ്. അപ്പം നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു തടിക്കഷ്ണം നീളത്തിലെടുക്കുക. നീളത്തിലെടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗവും വാക്കത്തി കൊണ്ട് ചെത്തി ഇങ്ങനെ തട്ടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിനെന്നെ വെയിറ്റ് വരും എന്ന് പറഞ്ഞാൽ ഒരു 10-15 കിലോ വെയിറ്റ് വരും. ഇതൊരു 10-15 റപ്പ് എടുത്ത് ഞാൻ എൻ്റെ പൊന്നെ അത് വേണ്ട ശരിയാകത്തില്ല. ഇന്നിപ്പോൾ ഞാൻ കുറേ വർക്കൗട്ട് ചെയ്ത് മടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ അത് വർക്കൗട്ട് ചെയ്ത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വള പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന കാരണം എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഞാൻ ഇനിയാണെങ്കിൽ ഇപ്പം എൻ്റെ സമയം പോയി 8:30 സമയം. എനിക്കിപ്പം ഞാൻ പാട്ട് പഠിക്കുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് പാട്ട് ക്ലാസ്സിന് പോകണം. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞത് 9:00 വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പാട്ട് ക്ലാസ്സിന് പോവാണ്. അപ്പം പാട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വരും. ആ സമയത്ത് ബാക്കി വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ പോകുന്ന വഴിയിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പാട്ട് ക്ലാസ്സിന് പോവാണ്. നല്ല വെയിലാണ്. ഞാൻ വരും, പോയിട്ട് വരാം. ഓക്കെ. ഗൈസ്, പറയാൻ മറന്നു. ഞാൻ ഇന്നലെയാണ് വീഡിയോ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് ആര് കമൻറ്റ് ചെയ്യുന്നു അവർക്ക് ഞാൻ 50 രൂപ ഗൂഗിൾ പേ കൊടുക്കും. 50 രൂപ. അപ്പോൾ അത് നിങ്ങൾ ആർക്കാണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് വീഡിയോയിൽ കമൻ്റ് ഇടുന്ന ആൾക്ക്. ഓക്കെ. ഫസ്റ്റ് എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ എന്താ കമൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒരു കോഡ് കാണിക്കും. ഒരു കോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ കോഡ് നിങ്ങൾ കമൻറ്റിലിടുക. അതാദ്യം ആരാണ് ഇടുന്നത് അവർക്ക് ഞാൻ 50 രൂപ ഗൂഗിൾ പേ കൊടുക്കും. ഓക്കെ. അപ്പം ഗൈസ്, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറി പാലയിൽ ഇറങ്ങണം. പാലയിൽ നിന്ന് ഏറ്റവും രണ്ട് കയറി നമ്മൾ പുലിയൂർ ഇറങ്ങും. അവിടെയാണ് എൻ്റെ പാട്ട് ക്ലാസ്. അയ്യോ, പോകുന്ന വഴി ഗൈസ് ഒരു പട്ടി. രാവിലെ തന്നെ ഒരു അപശകുനമാണ്. രാവിലെ തന്നെ ഒരു പട്ടി ഒന്നും അല്ലേ. പട്ടി ഗൈസ്, പട്ടീനെ മൈൻഡ് ചെയ്യാൻ നമ്മളിപ്പം പട്ടിയൊന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ പട്ടീനെ ഒന്നും കണ്ട ഓടിയേക്കല്ലേ. പട്ടി എന്നെ ഒരു നോട്ടമുണ്ട്. പോട്ടെ. ഗൈസ്, നമ്മൾ നടന്ന് ബസ് കയറുന്ന സ്ഥലത്താറായി. ഗൈസ്, ബസ് നമുക്കുള്ളതല്ല. നടന്ന് എത്താറായി. രക്ഷപ്പെടാനുള്ള പണി നടക്കുന്നു. എല്ലാവരും നടക്കുന്നതല്ലേ. ഹലോ ഗൈസ്, നമ്മളപ്പം പാട്ട് ക്ലാസ്സിന് പോയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പാട്ട് ക്ലാസ്സിന് പോയിട്ട് വന്നു. ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്ക്. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാനാണെങ്കിൽ ഒരു കോഡ് ഇടും. അതെവിടെയാണെന്നൊന്നും പറയത്തില്ല. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോഡ് ഫസ്റ്റ് ആരാണോ കമൻറ്റ് ചെയ്യുന്നത് ആ കമൻറ്റിലിടുന്ന ആൾക്ക് ഫോൺ നമ്പർ അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 50 രൂപ നമ്മൾ ഗൂഗിൾ പേ അയക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ
എത്ര വേണേലും ഉയരത്തിലെത്തുന്നതാണ്. അപ്പോൾ ഗൈസ് ബൈ. അപ്പം നമുക്ക് ഇനി എന്നാ ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ വീഡിയോക്ക് തന്നെ ഇത്ര ഒരു നിലവാരമില്ലാത്ത വീഡിയോ ഞാൻ ഇടുന്ന എന്നാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന കാരണം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ പഠിച്ച് കുറച്ച് ഗൈസ്. അപ്പോൾ രാവിലെ ഞാൻ പാട്ട് ക്ലാസ്സിൽ പോയിട്ട് വന്നു. അപ്പോൾ നിങ്ങളെന്താണ് ഗൈസ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഈ അവധി സമയം? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അപ്പോൾ എന്താ പറയുക ഗൈസ്, നിങ്ങളൊക്കെ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗൈസ്, ആദ്യമൊക്കെ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷ മതി നമ്മുടെ വീഡിയോക്കൊക്കെ. കാരണം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിനി ഇമ്പ്രൂവ് ആക്കി വരും. നമ്മൾ ഓരോ വീഡിയോ കൂടുന്തോറും അതിന് ഇമ്പ്രൂവ് ആക്കി വരും. നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഈ വീഡിയോ സെറ്റാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ബൈ.